ഗുഡ് ആഫ്റ്റർനൂൺ സ്റ്റുഡൻസ്. എങ്ങനെയുണ്ട്? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടാണോ ഇരിക്കുന്നത്? ഞാൻ നിങ്ങളെ രാവിലത്തെ അസംബ്ലി ഒക്കെ കണ്ടായിരുന്നു. വളരെ നല്ല പ്രോഗ്രാം ആയിരുന്നു കേട്ടോ എല്ലാവരും ചെയ്തത്. ആരായിരുന്നു ഇനിഷ്യേറ്റീവ് എടുത്തതിൻ്റെ? സൽമയായിരുന്നു. കൺഗ്രാജുലേഷൻ. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് പോകാം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ തന്നെ ഏത് പാഠമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്? അതിനകത്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്നുള്ളതിലോട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് മുൻപ് നമ്മൾ പഠിച്ച കുറേ നോളജ്, നമ്മുടെ ഗോപിക ടീച്ചറെല്ലാം ഫിസിക്സിൽ നിങ്ങളെ കഴിഞ്ഞ വർഷം പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ വേണം. അതിൻ്റെ കുറച്ച് നോളജ് ഒക്കെ വേണം. അപ്പോൾ മാറ്റർ എന്താണെന്ന് നിങ്ങൾക്കറിയാം. മാറ്റർ എന്താണെന്ന് സൽമ എന്ന് പറയാമോ? ഏകദേശം കറക്റ്റാണ് ഇത് നോക്കും. അപ്പോൾ മാറ്റർ എന്ന് പറയുന്നത് സ്പേസും വോളിയൊക്കെ ഒക്കുപ്പൈ ചെയ്യുന്നതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു. മാറ്റർ തന്നെ 3 വിധത്തിലുണ്ട്: സോളിഡ് ഉണ്ട്, ലിക്വിഡ്, ഗ്യാസ്. ഇതെന്ത് അവസ്ഥയാണ്? ഇതൊരു സോളിഡ് അവസ്ഥയാണ്. ഈ ചോക്കിനെ മുറിച്ച് അതിനെ ഒരുപാട് പൊടിയാക്കി ഏറ്റവും ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ, അതിനെ എന്താണ് വിളിക്കുന്നത്? ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ. കറക്റ്റ് ആണ്. എന്താണ്? ആറ്റം എന്ന് പറയുന്നതാണ് ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ, മാറ്റർ എന്ന് പറയുന്നത്. ഇനി ഈ ആറ്റത്തിൽ തന്നെ 3 സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. അത് നമ്മൾ നിത്യജീവനെ കാണുന്ന ഒരു കാര്യമാണ്. നമുക്ക് സ്റ്റേഷനറി ഒബ്ജക്റ്റ് ആണ്. അതെന്താണ് ഞാൻ കോഡ് ചെയ്തേക്കുന്നത്? പെൻ എന്നാണ് കോഡ് ചെയ്തേക്കുന്നത്. പെൻ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ പ്രോട്ടോൺ ആണ്, ഇലക്ട്രോൺ ആണ്, ന്യൂട്രോൺ. അപ്പൊ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ആറ്റത്തിനകത്ത് ഇലക്ട്രോണുകൾ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നതെന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇപ്പം നിങ്ങളുടെ എല്ലാവർക്കും എന്താണ് റോൾ നമ്പർ തന്നിട്ടില്ലേ? റോൾ നമ്പർ തന്നിട്ടുള്ളതുപോലെ ആറ്റത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്? പല ആറ്റത്തിനും അവരുടെ ഇലക്ട്രോണുകളുടെ എണ്ണം വെച്ചിട്ട് എന്ത് ക്രമീകരിച്ചിട്ടുണ്ട്? അറ്റോമിക് നമ്പർ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലായ നിങ്ങൾക്ക് എന്താണ്? അപ്പൊ നമ്മൾ ഇലക്ട്രോണുകളെ അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിനാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈ ഇവിടെ ഇരിക്കുന്ന ഈ കാര്യത്തിന് പറയുന്ന ഈ ഇലക്ട്രോൺസ് ഇരിക്കുന്ന ഓരോ പാത്തിനും പറയുന്ന പേരെന്താണെന്ന് അറിയാമോ? ഓർബിറ്റ് അഥവാ ഷെല്ലുകൾ എന്നൊക്കെ പറയും. അപ്പൊ ഷെല്ലുകളുടെ പേര് നിങ്ങൾക്ക് അറിയാവോ? ഷെല്ലുകളുടെ പേര് അറിയാവോ? എന്താണ് ഷെല്ലുകളുടെ പേര്? ഫാത്തിമ എന്ന് പറഞ്ഞ ഷെല്ലുകളുടെ പേര്? വെരി ഗുഡ്. അത് ഓർക്കേണ്ടത്. നമ്മുടെ ജില്ലയുടെ പേരെന്താണ്? കൊല്ലം. കൊല്ലത്തിന്റെ ഒരു ഷോർട്ട് ഫോം എന്നുള്ള രീതിയിൽ നമുക്ക് എങ്ങനെ പഠിക്കാം? കെ ഉണ്ട്, എൽ ഉണ്ട്, കെ എല്ലാം ഷെൽസ് നമ്മൾ പേര് പഠിക്കും. ഇനി ഓരോ ഷെല്ലിനകത്തും എത്ര ഇലക്ട്രോൺസ് അവർക്ക് താങ്ങാൻ പറ്റും അതിന് പറയുന്ന പേരാണ് അതിന്റെ മാക്സിമം കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിനൊരു 2n² എന്ന് പറയുന്ന ഒരു ഫോർമുലയൊക്കെ ഉണ്ട്. അതിനകത്തേക്ക് നമ്മൾ കൊടുക്കുമ്പോൾ ആ ഫോർമുല ഓർക്ക് 2n². അത് നമ്മൾ കൊടുക്കുമ്പോൾ കെ ഷെല്ലിൽ നമുക്ക് എത്ര ഇലക്ട്രോൺസ് പറ്റും? പറഞ്ഞേ? 2 ഇലക്ട്രോൺ പറ്റും. ഇവിടെ എത്ര ഇലക്ട്രോൺ പറ്റും? 8 ഇലക്ട്രോൺ പറ്റും. ഇവിടെ നമുക്ക് 18 ഇലക്ട്രോണും പറ്റും. ഓക്കെ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല് അക്കോമഡേഷൻ പഠിച്ചു. പിന്നീട് ഞാൻ എന്ത് പറഞ്ഞു? അറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിൽ എന്താണ്? നമ്മുടെ ക്ലാസ്സിൽ റോൾ നമ്പർ പോലെയാണ്. അപ്പൊ ഈ റോൾ നമ്പർ അനുസരിച്ച് ഇപ്പം 5ാമത്തെ റോൾ നമ്പർ ഉണ്ടെന്ന് വെച്ചു. അതേപോലെ 5ാമത്തെ അറ്റോമിക് നമ്പർ ഉള്ള ആൾക്ക് എത്ര ഇലക്ട്രോൺസ് കാണും? 5 ഇലക്ട്രോൺ കാണും. അപ്പൊ ആ 5 ഇലക്ട്രോൺ നമ്മൾ ഓരോ ഷെല്ലിൽ ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞു ആദ്യത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ പറ്റും? 2 ഇലക്ട്രോൺ പറ്റും. അപ്പൊ മിച്ചം എത്ര ഉണ്ട്? 3 ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കും. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നമ്മുടെ സയൻസ് ഈ വർഷം നമുക്ക് 10 എലമെന്റ്സിൽ പഠിക്കണം. ആദ്യത്തെ 10 അറ്റോമിക് നമ്പറുകൾ പഠിക്കണം. അപ്പൊ അത് ഞാൻ പെട്ടെന്നൊന്ന് ബോർഡിൽ എഴുതാം. ഈ ബ്രാക്കറ്റിൽ സൂചിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്തേ. ബ്രാക്കറ്റിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? അറ്റോമിക് നമ്പർ ആണ് സൂചിപ്പിക്കുന്നത്.
ഓക്കെ, അപ്പൊ ഇത് ഏതൊക്കെ എലമെന്റ് ആണെന്ന് പറഞ്ഞ ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ. അപ്പൊ ഇതിനനുസരിച്ച് ഇപ്പൊ ഞാൻ എന്താ എല്ലാ എഴുതി കാണിക്കുന്നത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഇപ്പൊ 5 എന്ന് പറഞ്ഞാൽ എത്ര എന്നുള്ളതാണ്, ഏതൊക്കെ സ്പ്ലിറ്റ് ചെയ്യണം. എന്തായാലും ആദ്യത്തെ ഷെല്ലിൽ എത്ര എണ്ണം വരും? 2 എണ്ണം വരും. മിച്ചം എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം വരും. 8 ആണെങ്കിൽ ഒന്ന് പറഞ്ഞു എന്നെ സിസ്റ്റർ ഒന്ന് ഹെൽപ്പ് ചെയ്ത്. 2 6 വെരി ഗുഡ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആയി ഞാൻ ഇന്ന് തരികയാണ്. നമ്മുടെ ആറ്റങ്ങൾ റോൾ നമ്പർ പോലെ ഇരിക്കുന്ന കെമിസ്ട്രിക്കകത്ത് അറ്റോമിക് നമ്പർ ആണ്. അപ്പൊ ഇതെങ്ങനെയാണെന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരു സൂത്രവാക്യോടെ പറഞ്ഞുതരാം. അത് ഞാൻ ബോർഡിൽ എഴുതാം. ഈ ഒരു സൂത്രവാക്യം നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് പറ്റും? ഈ 1 മുതൽ 10 വരെയുള്ള എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ വേഗം എഴുതാൻ പറ്റും. അപ്പൊ ഇത് നോക്കി, ഹീ എന്ന് ഉദ്ദേശിക്കുന്ന ഹൈഡ്രജൻ, ഇത് ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, എഫ് ഫോർ ഫ്ലൂറിൻ, ഇത് നിയോൺ. അപ്പൊ ഹീ ഹലോ ലിസൺ BBC ന്യൂസ്. ഹീ ഹലോ ലിസൺ BBC ന്യൂസ് ഓൺ ഫ്രൈഡേ നൈറ്റ്. ഈ ഒരു കോഡ് എടുത്ത് നിങ്ങൾ കാണാതെ പഠിച്ചു കഴിയണം. അപ്പൊ നിങ്ങൾക്ക് 1 മുതൽ 10 വരെയുള്ളത് പറ്റും. ഇനി അപ്പൊ ഇത് നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് ആണ്. 1 to 10 അറ്റോമിക് നമ്പർ പഠിച്ചുകൊണ്ടോ ഈ സൂത്രവാക്യം വെച്ച്. ഇനി അടുത്ത ക്ലാസ്സിലേക്കുള്ള ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇപ്പോഴേ പറയുകയാണ്. 2 ആറ്റങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കും. 2 ആറ്റങ്ങൾ ഞാൻ ഒന്നാമത്തത് ഹൈഡ്രജനും എടുത്തു, 8ാമത്തെ ആളായ ഓക്സിജനും എടുത്തു. അപ്പൊ ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. ഒരു മോളിക്യൂൾ പറയാമോ? വെരി ഗുഡ്. അപ്പൊ H2 എന്ന് പറയുന്ന ഒരു മോളിക്യൂൾ ഉണ്ട്. അപ്പൊ ഈ മോളിക്യൂളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആറ്റങ്ങളെ തമ്മിൽ കൈകോർത്ത് പിടിക്കുന്ന ആളുകളെ പറയുന്ന പേരാണെന്ന് കെമിസ്ട്രിക്കകത്ത് അതിന് എന്താണ് പറയുന്നത്? ബോണ്ട് എന്ന് പറയും. എന്താണ് പേര്? ബോണ്ട്. നമുക്കത് നേച്ചറിനകത്ത് നമ്മൾ 2 വെള്ളക്ക എടുത്തിട്ട് അത് നടുക്കൂടെ ഒരു ഇറുക്കിൽ വെച്ചിട്ട് നമ്മൾ കണക്ട് ചെയ്യും. ആ 2 വെള്ളക്കകളും എന്താണ്? നമ്മുടെ ക്ലാസ്സിൽ ഇലക്ട്രോണുകളാണ്. നടുക്കൂടെ പോയ ആ കാര്യം എന്താണ്? അതാണ് ബോണ്ട്. ഇതിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ താങ്ക് യു.